പെരിന്തൽമണ്ണ നഗര വികസനത്തിന് നൂതനാശയങ്ങളുമായി 2026-2027 വർഷത്തെ പെരിന്തൽമണ്ണ നഗരസഭയുടെ വികസന സെമിനാർ നജീബ് കാന്തപുരം MLA വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അതേസമയം പ്രതിപക്ഷ കൗൺസിലർമാർ വികസന സെമിനാർ ബഹിഷ്കരിച്ചു. പെരിന്തൽമണ്ണ നഗരവികസനത്തിന്റെ സമഗ്ര തലങ്ങളിലേക്കും നീണ്ട ചർച്ചയിലൂടെ നിരവധി പുതിയ വികസനാശയങ്ങൾ വികസന സെമിനാറിൽ ഉയർന്നുവന്നു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന വികസന സെമിനാർ നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. പുതുയുഗത്തിനും പുതുതലമുറയ്ക്കും സ്വീകാര്യമായ വികസന പദ്ധതികൾ ജനകീയ പങ്കാളിത്തത്തോടെ തദ്ദേശ സ്ഥാപനങ്ങൾ രൂപപ്പെടുത്തണമെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. ജനങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് പദ്ധതികൾ രൂപപ്പെടുത്തണമെന്നും MLA ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച് ഭരണം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണസമിതിയുടെ ഏറ്റവും പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ വികസന സെമിനാറിനെ കാണുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം, ആസൂത്രണം വളരെ പ്രാധാന്യമേറിയ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. കാരണം പഴയ കാലത്തേക്കാൾ വേഗതയേറിയ ഒരു കാലത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ ഇരിക്കുന്ന, ഈ നഗരത്തിൽ ജീവിക്കുന്ന, പെരിന്തൽമണ്ണയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കാണുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മളുടെ ആവശ്യങ്ങൾ മാറുകയാണ്. അതുകൊണ്ട് നമ്മളുടെ പ്രയോറിറ്റികൾ, നമ്മളുടെ മുൻഗണനകൾ, ഒരു ഭരണസമിതി നിശ്ചയിക്കേണ്ട നമ്മുടെ മുൻഗണനാ ക്രമങ്ങൾ മാറേണ്ട ഒരു കാലമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആസൂത്രണ രംഗത്ത് ഏറ്റവും മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ജനങ്ങളുടെ താല്പര്യങ്ങളാണ് ഇവിടെ മുടച്ചു നിൽക്കേണ്ടത്. ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കാണ് ഇവിടെ മുഖവില നൽകേണ്ടത്. ഈ ഭരണസമിതി ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഭരണസമിതിയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല. അങ്ങനെ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. പുതുപുത്തൻ സംരംഭങ്ങളിലൂടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും വികസിച്ചു വരുന്ന നഗരമെന്ന നിലയിൽ പെരിന്തൽമണ്ണയെ മാറ്റിയെടുക്കാനും നഗരസഭയ്ക്കൊപ്പം നിൽക്കുമെന്ന് MLA പറഞ്ഞു. നഗരസഭ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഉസ്മാൻ താമരത്ത് 2026-27 കരട് വാർഷിക പദ്ധതി അവതരിപ്പിച്ചു. വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രൊഫസർ നാലകത്ത് ബഷീർ, ഖദീജ തോട്ടശ്ശേരി, ഹുസൈന നാസർ, നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ JR, മുനിസിപ്പൽ എഞ്ചിനീയർ R രാജേഷ്, CK വത്സൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. 11 വിഷയബന്ധിതമായ മേഖലകളിലായി നടന്ന ചർച്ചകൾക്ക് കൗൺസിലർമാരും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും നേതൃത്വം നൽകി. പാർപ്പിടം, കൃഷി, നഗര സൗന്ദര്യവൽക്കരണം, പൊതുജനാരോഗ്യം, മാലിന്യ സംസ്കരണം, പശ്ചാത്തല സൗകര്യ വികസനം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുന്ന പദ്ധതി രേഖയെ അടിസ്ഥാനമാക്കിയാണ് ജനകീയ ചർച്ച നടന്നത്. ഇതേസമയം കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി നടപ്പാക്കി വന്നിരുന്ന സ്കൂൾ പ്രഭാത ഭക്ഷണ പദ്ധതി പുതിയ UDF ഭരണസമിതി നിർത്തലാക്കിയെന്നാരോപിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ വികസന സെമിനാർ ബഹിഷ്കരിച്ചു. ഭക്ഷണ വിതരണ ചുമതലയുള്ള കുടുംബശ്രീ പ്രവർത്തകർ ഫണ്ടിനായി നഗരസഭയെ സമീപിച്ചപ്പോൾ ഫണ്ടില്ലെന്നും ഫെബ്രുവരി മാസത്തിന് ശേഷം പ്രഭാത ഭക്ഷണം നൽകേണ്ടതില്ലെന്നും നഗരസഭ നിർദ്ദേശിച്ചതായി പ്രതിപക്ഷ കൗൺസിലർമാർ പരാതിപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ നടത്തിയ പ്രസ്താവനയിലും പ്രതിഷേധിച്ചാണ് വികസന സെമിനാർ ബഹിഷ്കരിച്ചതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ അറിയിച്ചു. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.